بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുകളുടെ സ്ഥാനത്തുമാരെ ഇന്ത്യക്കാരെ സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി സമൂഹങ്ങളെ ചെകഞ്ഞേതാവായ അല്ലാഹു ഒരു റബീഉൽ അവ്വലിന്റെ സാക്ഷിയാവാൻ നമുക്ക് തൗഫീഖ് നൽകാൻ ഉദ്ദേശിക്കുകയാണ്. ഈ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുവാനാകട്ടെ. ലോകത്തിലാകമാൻ അനുഗ്രഹത്തിന്റെ വാഗ്ദാനങ്ങൾ കൊണ്ടുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്നത്. സർവ്വചരാചരങ്ങളും സ്തുതികീർത്തനങ്ങളും ആലപിച്ച നിമിഷം അധർമ്മത്തിന്റെ കൊട്ടക്കൊത്തലങ്ങൾ തകർന്നിരുന്ന സമയം അതായിരുന്നു തിരുദൂതന്റെ ജന്മദിനം. അന്ധകാരലിപ്തമായ ആറാം നൂറ്റാണ്ടിന്റെ മലീനസമായ അന്തരീക്ഷത്തിലേക്ക് ആ തിരുപിറവി സംഭവിച്ചപ്പോൾ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും കുളിർക്കാറ്റ് അവരെ മണലാരണ്യത്തിന്റെ ആനന്ദം കൊള്ളിച്ചു. പ്രിയമുള്ളവരെ, എന്തായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിന്റെ ചരിത്രം? ജാതി മത ഭേദമന്യേ പരസ്പര സംഘടനകളുടെ അഭിനയ പെണ്ണും കള്ളും യുദ്ധവും ജീവിതോപാധിയായി കണ്ടിരുന്ന ജനത സ്വാർത്ഥ താല്പര്യം കൊണ്ട് ജീവിതം മോഹിച്ച് മസ്തിഷ്കം മരവിച്ചു പോയ അഹന്തയുടെ കോമരങ്ങൾ ഇങ്ങനെ ആറാം ജഗത്ത് മാത്രം പാടിയിരുന്ന ഈ സമുദായത്തെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ധർമ്മത്തിന്റെയും സമുദായമാക്കി സ്നേഹത്തിന്റെ ഐതിഹാസിക ചരിത്രം തീർന്ന സമൂഹമാക്കി മാറ്റിയെടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ഇത്തരം ഒരു സമുദായ നായകനെ ദർശിക്കാൻ പോലും ഒരാൾക്കും സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ സാമുദായിക ലോകത്തെ ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആറാം നൂറ്റാണ്ടിനെ പോലും മാറ്റിപ്പിടിക്കുന്ന വിധത്തിൽ ധാർമ്മികതകൾ വലിച്ചെറിഞ്ഞ് മാറിപ്പുണരാൻ ആധുനിക ലോകം കൊള്ളുകയാണ്. ഇത്തരം സന്ദർഭങ്ങളെയും പ്രവർത്തനങ്ങളെയും കൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്ത് ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ ബർനാഡ് ഷാ പറഞ്ഞത്, പ്രശ്നസങ്കീർണമായ ഇന്ന് ലോകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സുഖമായി കഴിയാമായിരുന്നു. പ്രിയമുള്ളവരെ, പിറന്നത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ ഇവരും ജീവനോടെ കുഴിച്ചു കൂട്ടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ രണ്ട് പെൺമക്കളെ വിട്ടു നൽകി വളർത്തി വലുതാക്കിയവല്ല പരലോകത്ത് പ്രതിഫലം കൂപ്പാരമാണെന്ന് സന്ദേശം എത്തിച്ച സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച അവിടുത്തെ ജ്ഞാനം വിളിച്ചു നീട്ടി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ പാതി വർണ്ണവിവേചനത്തെ മറികടത്തി സാഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ വന്നു. ഇങ്ങനെ അവിടെ നിർമ്മിച്ച ബോധന വഴിയിൽ കല്ലുകളും മുള്ളുകളും ചില്ലുകളും ഒന്നായി പതിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച സഹനത്തിന്റെ പ്രതിഫലമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിജയരഹസ്യം. ഇതര മതനേതാക്കൾ പോലും ആ മാർഗത്തെ വാഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിമർശകരുടെ ആരോപണമുള്ള മല പോലെ വാളുകൊണ്ടല്ല വിമർശകരെ പരിഗണിക്കാതിരുന്നത്, മറിച്ച് ഉത്കൃഷ്ടവും വരിഷ്ഠവുമായ സ്വഭാവത്തിലൂടെയായിരുന്നു. ആ സ്വഭാവം മഹിമകണ്ട് അതിന്റെ വായ്പകണ്ട് എത്രയെത്ര പേരാണ് വിശുദ്ധ ഇസ്ലാം പിടിക്കുന്നത്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത പിന്തുടരാൻ നാം ശ്രമിക്കണം. നാളെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികളുടെ